കിഡ്നി, ഹാർട്ട് ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ മലം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ വിശ്വാസം വരാൻ തന്നെ പ്രയാസമാണ്. പക്ഷേ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഫൂ ട്രാൻസ്പ്ലാന്റ് അഥവാ FMT എന്ന വിപ്ലവകരമായ ഒരു ചികിത്സയെക്കുറിച്ച് വലിയ ചർച്ച നടക്കുകയാണ്. ഈ ഫൂ ട്രാൻസ്പ്ലാന്റ് എന്ന ചികിത്സാ രീതിയുടെ ആശയം ബയോളജിക്കലായി വളരെ ശക്തമാണ്. പക്ഷേ ഒരു വലിയ ഡേഞ്ചർ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആരോഗ്യമുള്ള വ്യക്തികൾ ആരോഗ്യമുള്ള കുടുംബങ്ങളെയും ആരോഗ്യമുള്ള കുടുംബങ്ങൾ ആരോഗ്യമുള്ള സമൂഹത്തെയും സൃഷ്ടിക്കുന്നു. ശരീരവും മനസ്സും സമൂഹവും ഒരുപോലെ ആരോഗ്യമുള്ളതാക്കാം. ലെറ്റ്സ് നോട്ട് ജസ്റ്റ് ക്യൂർ ഡിസീസസ്, ലെറ്റ്സ് സോൾവ് ദ റിയൽ പ്രോബ്ലംസ് ആൻഡ് റീഡിഫൈൻ ഹെൽത്ത് ടുഗദർ. ആദ്യം ആരോഗ്യം. ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ FMT എന്ന് വെച്ചാൽ ഒരു രോഗിയുടെ കുടലിൽ പുതിയതും ഹെൽത്തിയുമായ ബാക്ടീരിയ സമൂഹത്തെ എത്തിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. നമ്മുടെ കുടലിലെ ബാക്ടീരിയകളും തലച്ചോറും തമ്മിൽ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് വിളിക്കുന്ന ഒരു രഹസ്യ പാതയുണ്ട്. ഈ പാതയിലൂടെയാണ് അവർ സംസാരിക്കുന്നത്. വിഷാദം, ബൈപ്പോളാർ ഡിസോർഡർ, സ്കിസോഫ്രീനിയ പോലുള്ള മാനസിക രോഗങ്ങൾക്കും ഈ പാതയിലെ പ്രശ്നങ്ങൾ ഒരു കാരണമാകാം എന്നൊരു ശക്തമായ സയന്റിഫിക് തിയറി ഇന്ന് നിലവിലുണ്ട്. ഈ ചർച്ചകൾ ഇത്രയും ചൂടുപിടിക്കാൻ കാരണം ജെയിൻ ഡഡ്ലി എന്ന ഓസ്ട്രേലിയൻ സ്ത്രീയുടെ കഥയാണ്. 18 വർഷമായി മരുന്നുകളോട് പ്രതികരിക്കാത്ത തീവ്രമായ ബൈപ്പോളാർ ഡിസോർഡർ കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന അവർ വീട്ടിൽ വെച്ച് സ്വന്തം ഭർത്താവിന്റെ സഹായത്തോടെ FMT ചെയ്തു. കുറച്ചു നാളുകൾക്കുള്ളിൽ അവരുടെ രോഗം പൂർണ്ണമായി ഭേദമായി. ഇതൊരു അത്ഭുതം പോലെയാണ് ആളുകൾക്ക് തോന്നിയത്. അവരുടെ ഈ കഥ ഓസ്ട്രേലിയൻ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. അതോടെ മാനസികമായി ബുദ്ധിമുട്ടുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ ലളിതമായ ചികിത്സ ഒരു ഹോപ്പായി മാറി. പക്ഷേ ഒരു വലിയ ഡേഞ്ചർ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. തെറാപ്യൂട്ടിക് ഗുഡ്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഓസ്ട്രേലിയൻ റെഗുലേറ്ററി അതോറിറ്റി FMTക്ക് നിലവിൽ ഔദ്യോഗികമായി അംഗീകാരം കൊടുത്തിട്ടുള്ളത് ക്ലോസ്ട്രീഡിയം ഡിഫിക്കൽ ഇൻഫെക്ഷന് മാത്രമാണ്. അതൊരു ഗുരുതരമായ രോഗാണുബാധയാണ്. മറ്റു രോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കണമെങ്കിൽ അതിനെ ക്ലിനിക്കൽ ട്രയൽ അഥവാ ഔദ്യോഗികമായി പരീക്ഷണങ്ങളുടെ ഭാഗമായി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിന് കാരണം എന്തെന്നാൽ മലം ദാനം ചെയ്യുന്ന വ്യക്തിയെ കർശനമായ പരിശോധനകൾക്ക് വിധേയമാക്കാതെ ഉപയോഗിച്ചാൽ അത് എക്സ്റ്റൻഡഡ് സ്പെക്ട്രം ബീറ്റാലാക്ടമേസ് പോലുള്ള മാരകമായ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള അണുബാധകൾക്ക് കാരണമാകാം. ജീവിതം തന്നെ നഷ്ടപ്പെടുകയും ചെയ്യാം. ഓസ്ട്രേലിയൻ ദാതാക്കളിൽ 3-1 പേരും ഈ സുരക്ഷാ പരിശോധനകളിൽ പരാജയപ്പെടാറുണ്ട്. അത്രയും അപകടകരമായേക്കാം ഈ പ്രക്രിയ. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് അത്ഭുതകരമായ രോഗശാന്തിയും മറുവശത്ത് ഇത് സ്വയം പരീക്ഷിക്കരുത് എന്ന കർശനമായ നിയമവും മുന്നറിയിപ്പും. ഈ ചർച്ചകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ മേഖലയിൽ ഗവേഷണങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. ബയോം ബാങ്ക് പോലെ TGA അംഗീകൃത സ്ഥാപനങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് FMT ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ബൈപ്പോളാർ ഡിസോർഡർ പോലുള്ള രോഗങ്ങൾക്കുള്ള പരീക്ഷണങ്ങൾക്ക് വേണ്ടി നൽകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഈ ഫൂ ട്രാൻസ്പ്ലാന്റ് എന്ന ചികിത്സാ രീതിയുടെ ആശയം ബയോളജിക്കലായി വളരെ ശക്തമാണ്. എങ്കിലും ഇത് സുരക്ഷിതമായി എല്ലാവർക്കും ലഭിക്കണമെങ്കിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലിനിക്കൽ ട്രയൽസ് വിജയകരമായി പൂർത്തിയാവുകയും TGAയുടെയും FDAയുടെയും പൂർണ്ണ അംഗീകാരം ലഭിക്കുകയും ചെയ്യണം. തിരുവനന്തപുരത്തെവിടെയും ഡോക്ടർ വീട്ടിലെത്തി ചികിത്സ നൽകുന്നു. ഫാമെഡിക്കോ അർജന്റ് കെയർ ക്ലിനിക് 24 മണിക്കൂറും സേവനം ലഭ്യമാണ്. വിളിക്കൂ 8590255025.